ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്മമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്ന അമ്മമ്മേ? അമ്മമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രക്കായ വറവ്. പച്ചക്കായ് അല്ലേ? പച്ചക്കായ്, പച്ചക്കായിൻ്റെ വറവ് അല്ലേ? വറവ് നാടൻ നാടൻ രീതിയിൽ സാധാരണ. ആ അമ്മമ്മ ഒരു തോർത്തൽ എന്നാ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുന്നത്? ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇടുമ്പോ ഒന്ന് ഇട്ടതാണ്. വെറുതെ കിട്ടിയാണല്ലേ? എത്ര കായ എടുത്തിന്? ഒന്ന് മതിയാ? രണ്ടെണ്ണം ഉണ്ടോ? പകുതി അവിടെ വെച്ചിന് അമ്മമ്മക്ക് വേണമെങ്കിൽ പിന്നെ ആക്കാൻ. അത് മതി. ഇപ്പൊ 1.5 കഷ്ണാക്കിയാ മതി. വലിയതല്ലേ? അത് വലിയ കായാണ്. എന്നാ പിന്നെ അമ്മമ്മ അരിഞ്ഞു തുടങ്ങിയല്ലേ? എന്നാ പിന്നെ അമ്മമ്മ പറഞ്ഞു തന്നാല്. ഇനി പറഞ്ഞിട്ട് അരിഞ്ഞോ. ഈ സൈഡിലങ്ങ് ഭയങ്കര വെയിലാണ്. അങ്ങോട്ട് നടന്നു കിട്ടോനെ. ഇല്ല, അമ്മമ്മ പറയുന്നത് കുറച്ച് സൗണ്ട് കുറവാന്ന് ആരല്ലോ പറയുന്നുണ്ട്. അതാണ് പിന്നെ ഞാൻ ഇത്ര അടുത്ത് നിൽക്കുന്നത്. മോനെ, പിന്നെ ഇന്ന് നേന്ത്രക്കായ് വറവാക്കായ്. പച്ചക്കായ് വലിയതായതുകൊണ്ട് അമ്മമ്മ അത്ര ഒരു കഷ്ണവും ഒന്നിന്റെ പകുതി എടുത്തിന്. വലിയതല്ലേ? നാടൻ രീതിയിലുള്ള വറവാണ് അമ്മമ്മ ഉണ്ടാക്കുന്നത്. ഇതില് പിന്നെ 2 പച്ചപ്പറങ്കി, 2 പച്ചമുളകും ഉള്ളി അരിയണം. പകുതി മതി. ഈ ഉള്ളിന്റെ പകുതി. 2 പച്ചക്കായും ഈ ഉള്ളിന്റെ പകുതി അരിഞ്ഞിട്ടാ ഉള്ളിന്റെ പകുതിയും പിന്നെ 2 പച്ചമുളകും. ഇതേ വേണ്ടു, പകുതിയേ വേണ്ടു. പകുതി എടുത്താൽ മതി. വെളുത്തുള്ളി 5-6 വെളുത്തുള്ളി ഇല്ലേ അവനെ? അത് കുറച്ച് ഇതെല്ലാം ആയിട്ടാകുമ്പം കുറച്ച് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ ഇടണം. ചതച്ചിട്ടിടണം. ലാസ്റ്റ് ഇട്ടാ മതി. ഈ അടുപ്പമ്മ മാറ്റിനല്ലേ? പിന്നെ അടുപ്പ് ഇങ്ങോട്ടേക്ക് മാറ്റി. ഇപ്പൊ നല്ല ആയിട്ട് കാണും. ഇത് ഈ അടുപ്പ് ഉണ്ടല്ലോ, അന്നേരം വേഗത്തിലൊന്നും ആക്കിയതാണ്. മോൻ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അടുക്കളയിന്ന് കണ്ണ് കാണാത്തോണ്ട് അതാണ് ഞാൻ പുറത്തേക്ക് ആക്കിനെ. പക്ഷെ ഇപ്പൊ അന്നേരം ആ അടുപ്പിന്ന് നമ്മൾ വെക്കുമ്പം ഈ വലിയ ചട്ടിയെല്ലാം വെക്കുമ്പോ ചെരിഞ്ഞു പോകുന്നു. ഒന്നും കാണുന്നില്ലല്ലോ. അമ്മമ്മക്ക് അങ്ങനെ പാത്രങ്ങളും ഇല്ലല്ലോ മോനെ. അതെ, 1-2 പാത്രം ഇല്ലു. ഒറ്റക്കായതുകൊണ്ട് ഒരു ചെറിയ കറി അല്ലേ വെക്കുന്നല്ലോ. ചെറിയ എന്തെങ്കിലും ഒരു കറി, അതിനൊരു വറവ്, ചോറ് വെക്കാനും വലിയ പാത്രമില്ലല്ലോ. പിന്നെ പ്ലേറ്റ്, ഒരു ചെറിയ കറി കൂട്ടുന്ന പാത്രം, പിന്നെ അങ്ങനെയുള്ള ചായ ചെറിയ കുടുക്ക, ഗ്ലാസ്, കപ്പ്, അങ്ങനെയെല്ലാം ഇല്ലു മോനെ. നമുക്ക് അതിൻ്റെതായ ഇതിലാക്കാം. പാത്രത്തിന്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ അമ്മമ്മ വെക്കുന്നു. ചെറിയ അതെ, ഈ അടുപ്പ് ഇപ്പം നമ്മളാ ചെറിയ കല്ല് മാറ്റിട്ട് അമ്മ വലുത് തന്നെ ആക്കിയല്ലേ? വലിയ കല്ലാക്കിട്ട് അമ്മ എടുത്തോ. കാണുന്നുണ്ട്. ഞാൻ ഈ സൈഡിൽ പോയിട്ട് കാണിക്കാം. ഇതെല്ലാം വറക് അമ്മമ്മ വലിയത്. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് നമ്മളെ അമ്മമ്മേരെ അമ്മിക്കല്ല ഇത് ചമ്മന്തി അരക്കുന്നേ. കഴുകി വെച്ചതാണ്. ഇത് മഴയെല്ലാം പെയ്തിട്ട് ഈ ചെരിഞ്ഞ് വീണ് അന്നെല്ലാം അപ്പുറത്ത് കുറച്ച് മണ്ണില് വീണിട്ടുണ്ട്. അത് പിന്നെ ഇങ്ങനെ ആയതിന്റെ അമ്മമ്മ കഴുകി വെച്ചു. ഇപ്പൊ എപ്പാ കഴുകി വെച്ചിന്? ഇന്നലെ കഴുകി വെച്ചിന്. ഇനിയിപ്പോ അമ്മമ്മ ചമ്മന്തി എല്ലാം അരച്ച് കാണിക്കേണ്ടി വരും. മറ്റേ ഉണക്ക ചെമ്മീന്റെ ചമ്മന്തി ഇല്ലേ? അത് ഉണക്ക ചെമ്മീനും അതിന്റെ ചമ്മന്തി ആക്കാനാ ഒരാൾ പറഞ്ഞിനെ. പിന്നെ അമ്മമ്മയോട് ഒരു ഇറച്ചിക്കറി വെച്ച് കാണിക്കാനും പറഞ്ഞിന്. പിന്നെ പായസം, അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഇറച്ചിക്കറി വെക്കൂലേ അമ്മമ്മ? ചിക്കൻ കറിയും വെക്കും. നമ്മളെ നാടൻ ചിക്കൻ കറി. അതെ, നാടൻ പോലെ വെച്ചാ മതി. അമ്മ അങ്ങനെ വെച്ചിട്ട് ഉണ്ട്. രസമായിട്ടില്ലെങ്കിലും പിന്നെ പറഞ്ഞവരെല്ലാം കാണിച്ചു കൊടുക്കാം. അതെ, അവര് പറയുന്നത് ഏത് കാര്യവും ചെയ്തു കൊടുക്കാൻ എനിക്ക് നല്ല സന്തോഷമാണ്. കഴിയൂലെന്ന് ഞാൻ ആരോടും പറയൂല. ഏതും അവര് പറയുന്നത് ചെയ്തു കൊടുക്കും. അമ്മമാര് ഇത് കാണുന്നവര് വീഡിയോ. അതെ, അമ്മമ്മയോട് അവര് പറയൂ അമ്മമ്മ ഇതാക്ക് അതാക്ക്. നമ്മക്ക് ഈ ഫോണിനെ കുറിച്ചൊന്നും അങ്ങനെ അറിയില്ല. അതാ പിന്നെ ഞാൻ അങ്ങനെ പറയുന്നു. എന്റെ അടുത്ത് ഇല്ലല്ലോ മോനെ ഫോൺ. അമ്മമ്മ പഴയ ഫോണാ, ഞെക്കുന്ന ഫോണാ. അത് തന്നെ അമ്മമ്മ ഉപയോഗിക്കലുമില്ല. ഉപയോഗിക്കൽ തന്നെ കുറവാ. വിളിക്കാൻ മാത്രമേ. അതെ, അതിൽ വേറെ ഒന്നും കിട്ടൂല. അമ്മമ്മക്ക് വേണ്ടി ഒന്നും അറിയില്ല. അവനെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് ആൾ അമ്മമ്മക്ക് നല്ല നല്ല കമന്റ് എഴുതുന്നുണ്ട്. പിന്നെ ചില ആള് അങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ തന്നെ. മറ്റേ ഭക്തിഗാനം പാടുന്നതിനിടയിൽ നാടകഗാനം 2 പാടണമെന്നുണ്ട്. അതെ, നമുക്ക് പിന്നെ ഭക്തിഗാനം പാടിയതിനു ശേഷം പാടാം.
അതെ അമ്മമ്മ ഭക്തിഗാനം ചില ആൾ വരുന്ന അമ്മമ്മയോട് ഭക്തിഗാനം ഞാൻ പാടാൻ പറഞ്ഞിട്ട് അമ്മമ്മേനെ നിർബന്ധിച്ച് പാടിപ്പിക്കുന്നതാണല്ലോ. ഭക്തിഗാനാ? അല്ല, അയ്യോ, ആരും പറഞ്ഞിട്ടില്ല. അമ്മമ്മ ചെറിയ പ്രായത്തില് ഭക്തിഗാനം പാടുന്നതാന്ന്. അതെ ആളുകൾക്ക് അറിയില്ലല്ലോ. അമ്പലത്തില് ഇപ്പൊ പഴയത് ഞാൻ അമ്പലത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല മോനെ. ആ അമ്പലത്തില് ചാണകം തേക്കുന്ന ആ അമ്പലത്തില് അമ്മമ്മ ചെറിയ പ്രായം, ഒരു 5ാം ക്ലാസ്സും ആയിട്ടുണ്ടാവില്ല. അത് പിന്നെ ചെറിയ കുട്ടികളെ പെറ്റിക്കോട്ട് ഇട്ട് നടക്കും എന്ന് പറയുന്നില്ലേ, ആ പെറ്റിക്കോട്ട് ഇട്ട് നടക്കുന്ന ആ പ്രായത്തില് അമ്മമ്മ പാട്ട് പാടിയിട്ടുണ്ട്. അയ്യപ്പൻ ഇങ്ങനെ പിന്നെ ഭജന, ആ ഭജനയിൽ അമ്മമ്മ ഇരുന്നിട്ട് പാടിയിട്ടുണ്ട്. ആ ഭജനയിൽ ഞാൻ പാടും, അയ്യപ്പന്മാർക്ക് പാടിക്കൊടുക്കും. അയ്യപ്പന്മാർ അമ്മമ്മക്ക് പാടിത്തരും, അമ്മമ്മ അങ്ങോട്ട് പാടും, അന്നേരം അവരെ ഏറ്റുപാടും. അങ്ങനെ ഒരു നല്ലൊരു ഇതായിട്ട് അമ്മമ്മക്ക്. പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അമ്മമ്മ അയ്യപ്പൻ്റെതാന്ന് തുടങ്ങിയിന് ക്ഷേത്രത്തിൽ നിന്ന് ഭജനയിലെ കൂടെ. പിന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളിലെല്ലാം അയ്യപ്പന്മാർ എന്നെയും കൂട്ടി പോയി. പിന്നെ അവിടെ ഭജനയിൽ അമ്മമ്മ ഇരിക്കും, എന്നിട്ട് അയ്യപ്പന്മാർ അടുത്തിരുന്നിട്ട് ഭജനയിൽ ഇങ്ങനെ ചെല്ലും ഭക്തിഗാനം. പിന്നെ കൃഷ്ണൻ്റെതായി, ഭഗവതിയുടേതായി, സുബ്രഹ്മണ്യൻ്റെത്, അങ്ങനെ എല്ലാം ഭജനയിൽ പാടുമല്ലോ മോനെ. ഇന്നതെന്നില്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്തിഗാനാണ്. സിനിമാ പാട്ട് പാടിയിട്ട് 2-3 വരി പാടുമ്പോൾ അത് അയ്യപ്പൻ്റെയിലും കൃഷ്ണൻ്റെയിലും ദേവിയിലേക്കും വരുന്നു. അതെ, അല്ല ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമല്ലല്ലോ അമ്മമ്മ പാടുന്നത്. മോനെ നിർബന്ധിക്കാൻ മോനെ പിന്നെ അമ്മമ്മ ഏതാ പാട്ട് പാടുന്നെന്ന് മോനെ അറിയില്ലല്ലോ. ഇല്ല, എന്നാലും അമ്മമ്മേനെ നിർബന്ധിക്ക ആ പാട്ട് അമ്മമ്മ പാടണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ അമ്മമ്മയോട് അമ്മമ്മ പറഞ്ഞതാ. മോനൊന്നിനും നിർബന്ധിക്കില്ല, എന്റെ ഇഷ്ടത്തിനെല്ലാം മോന് ചെയ്തു കൊടുക്കുന്നത് ഞാൻ. അതെ അമ്മമ്മ എന്നോട് പറയാ ഞാൻ ഈ ഭക്തിഗാനം അല്ലെങ്കിൽ ഒരു ഭക്തിഗാനം പാടുന്നുണ്ട് അമ്മമ്മ പറയും. ഭക്തിഗാനം പാടുന്നുണ്ട് മോനെ, അമ്മമ്മക്ക് അറിയുന്ന ഭക്തിഗാനാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വീഡിയോയിൽ മോൻ്റെ അടുത്ത് പാടുന്നു. അതുകൊണ്ട് ആരും അങ്ങനെ വിചാരിക്കണ്ട, അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ തന്നെ പാടുന്നതാണ്. എനിക്ക് ഒരു കുറേ അമ്പലത്തിലും എല്ലായിടത്തും പാടുന്നതാണ്. ഇപ്പൊ പ്രതിഷ്ഠക്ക് ഏത് പ്രതിഷ്ഠ നമ്മളെ അമ്പലത്തിൽ എനിക്ക് ഫെബ്രുവരി 15 മുതലായി. അന്നേരം ഭക്തിഗാനാ പാടുക. ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരുപാട് 10-50-ലധികം ഭക്തിഗാനം അറിയും. അതെ, 100 ഭക്തിഗാനം. ഭക്തിഗാനം ഇനി ഒരുപാട് പാടാനുണ്ട്. ഒരുപാട് ഇനിയും. എൻ്റെ പിന്നെ എന്താന്ന് പറയാ, ഡയറി എന്ന് പറയും. ഡയറി ഇല്ലെങ്കിലും ഡയറി എന്ന് പറയും. മനസ്സിൽ ഇങ്ങനെ ഇല്ല ഭക്തിഗാനം ഞാൻ മോൻ വന്നിട്ട് പാടുന്നതാണ്. എന്നാ പിന്നെ നമുക്ക് ഇതിലേക്ക് തന്നെ പോവാ അല്ലേ? അതുകൊണ്ട് അങ്ങനെ പിന്നെ കേൾക്കുന്നവര് വിചാരിക്കണ്ട, അമ്മമ്മക്ക് അറിയും. എന്തിനാ മോൻ പറഞ്ഞിരുന്നു? അതെയല്ല അമ്മമ്മേനെ ഞാൻ നിർബന്ധിക്കുന്നത്. മോനോട് പറയലല്ലേ മോനെ ഈ പാട്ട് ആണ് അമ്മമ്മ പാടുന്നെന്ന്. അതെ അമ്മമ്മേലെ പറയല് പാട്ട് പാടുന്നല്ലോ. എന്നാ പിന്നെ ശരി. അതെ, എന്നാ പിന്നെ അമ്മമ്മ പാചകം തുടങ്ങിക്കോ. അതുപോലെ കറിയും അമ്മമ്മ തന്നെ സ്വന്തം ഇഷ്ടത്തിന് വെക്കുന്നതാണ്. അമ്മമ്മ പറഞ്ഞിട്ടൊന്നും അമ്മമ്മക്ക് പൊതുവെ ആരും പറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നല്ലോ മോനെ. അതെ, അമ്മമ്മേരെ ഇഷ്ടത്തിന് വെക്കും. എല്ലാം അരി ഇപ്പൊ പൊങ്ങി നിൽക്കുന്നതെല്ലാം അമ്മമ്മ ഇടുന്ന് ചെയ്യുന്ന തന്നെ. അതെ, അമ്മമ്മ വെച്ച് വെക്കുന്ന കറിയല്ല നമുക്ക് അമ്മമ്മ വെച്ച് തരുന്ന കറി തന്നെ. അത് അമ്മമ്മ ഇങ്ങനെ ഒരു വീഡിയോയിൽ കാണിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. അതന്നെ, മറ്റു മക്കളൊന്നും നിർബന്ധിക്കലില്ല. അങ്ങനെ നിർബന്ധിക്കുന്ന മക്കളൊന്നും അല്ല, എല്ലാം പാവം പിള്ളേരാണ്. അമ്മമ്മേരെ ഒന്നിച്ച് നിൽക്കുന്ന പിള്ളേർ തന്നെയാണ്. പിന്നെന്തിനാന്ന് പറയുന്ന ഇങ്ങനെയൊന്നും പറയും. എന്നാ പിന്നെ അമ്മമ്മ തുടങ്ങിക്കോന്നാല്. ഇനിയിപ്പോ വെള്ളം ഒഴിക്കണോ? ചെറുങ്ങനെ എരിഞ്ഞിട്ടെന്നാല്. ചെറുങ്ങനെ എരിഞ്ഞിട്ടോ. ചെറുങ്ങനെ എരിയിട്ട് അതുകൊണ്ട് എല്ലാരും കേട്ടില്ലേ, മോൻ പറഞ്ഞിട്ടൊന്നും അല്ല. അതെ, അതിന് കൊറേ ആള് പറയുന്നുണ്ട് ഞാൻ അമ്മമ്മേനെ കൊണ്ട് നിർബന്ധിച്ചിട്ടാ പറയുന്നത്. അയ്യോ, മോൻ ഭക്തിഗാനം അറിയില്ലല്ലോ. എനക്കെങ്ങനെ ഭക്തിഗാനം അറിയാം? അതെ, ഞാൻ പറഞ്ഞു തരില്ലല്ലോ മോനോട് അമ്മമ്മക്ക് ഭക്തിഗാനം ഈ ഭക്തിഗാനം പാടാന്ന്. അതെ, നമ്മളാ കായ് വറവിന് അരിയുന്നുണ്ടോ? അരിഞ്ഞു തുടങ്ങിക്കോ. ചെറിയ പീസായിട്ട് അരിയുന്നു. ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇതുപോലെയാകുമ്പോ വേഗം പോകും. ഒരു കരിവേപ്പിലും കൂടി എടുത്തിനാ. കരിവേപ്പില വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതാ ഇതെല്ലാം കൂടെ കഴുകിയിട്ട് ഒന്നിച്ച് കഴുകിയിട്ട് മഞ്ഞപ്പൊടി ഇട്ട് എടുപ്പത്ത് വെക്കാം. അതെ, ഉള്ളി അരിയണം. അമ്മമ്മ പിന്നെ അരിഞ്ഞിട്ട് ഞാൻ അരിയുന്നത് മാത്രം കാണിച്ചു തരാം.
ഈ ബാക്കിയില്ല 2 കഷ്ണം കൂടി ഇനി അരിയണം അല്ലേ? പിന്നെ ഉള്ളിയും പച്ചമുളകും. പച്ചമുളക് കഴുകിയതല്ലേ അല്ലേ? എന്നാ പിന്നെ ഇനി അരിഞ്ഞിട്ട് അടുപ്പത്ത് തൂക്കിയോണ്ടു. മഞ്ഞപ്പൊടി മാത്രല്ലേ ഇടയില്ലു? മഞ്ഞപ്പൊടി ഇടൂലു. ആ, നമ്മൾ നാടൻ രീതിയിലാണ്. ഇതിങ്ങനെ നൈസായിട്ട് അരിഞ്ഞാല് പിന്നെ കുറച്ച് പോകുമ്പോ ഇതാകുമ്പോ പോലെ ഉണ്ടാവും. അതെ, അമ്മമ്മ എപ്പം വെക്കും പോലെ ആക്കിയാൽ മതി. വട്ടത്തിലും അരിയുന്നവരുണ്ട്. അതെ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. വട്ടത്തിലും അരിയാണെങ്കിൽ കുറച്ച് ഭാഗം വട്ടത്തിലും എരിഞ്ഞ് കാണിക്കാം. അതെ, കുറച്ച് വട്ടത്തിൽ എരിഞ്ഞ് കാണിച്ചോ. ഇത് വട്ടത്തിൽ എരിഞ്ഞ് കാണിക്കാം. ആ, വട്ടത്തിൽ എരിഞ്ഞോ. ഇത് മതിയെന്ന് തോന്നുമല്ലോ മോനെ. അതുകൊണ്ട് അധികാവൂ അല്ലേ? അധികാവൂലേ മോനെ? അതെ, അധികാവുന്ന ഇടണ്ട. ഇതന്നെ കുറച്ച് അധികാന്ന്. അതെ, ഇത് മതിയില്ലേ? എന്നാ പിന്നെ ആ ഒരു കഷ്ണം അവിടെ മാറ്റി വെച്ചോ. ഉള്ളിയും പച്ചമുളക് വരിഞ്ഞിട്ടോ. ഇത് വെക്കാം. നമുക്ക് നാളെ വെക്കാം. അതെ, നാളെ വെച്ചോ. അധികം ആക്കണ്ട എന്നാല്. ആ, കിട്ടി. ചുവന്നുള്ളി അരിയട്ടെ. ആ, അരിഞ്ഞോ. അല്ലെങ്കിൽ നമ്മളിവിടെ അമ്മമ്മയോട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അമ്മമ്മ പറയും എനക്കറിയുന്ന്. ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചാല് ഞാൻ പറയും പിന്നെ എനിക്ക് പാട്ടെല്ലാം അറിയും. ഞാനിങ്ങനെ ഇങ്ങനെ അമ്പലങ്ങളിലെല്ലാം ഇപ്പം 59 വയസ്സ് ആവുന്ന അമ്മമ്മക്ക്. ആ 59 വയസ്സിലടിയിൽ ഭക്തിഗാനം തന്നെ അമ്മമ്മ, അതിനെ കൊണ്ട് തന്നെ അമ്മമ്മയുടെ ജീവിതം ഈ സമയം വരെ ആയത്. പിന്നെ കൃഷ്ണൻ്റെ അടുത്ത് ആദ്യമായിട്ട് സ്റ്റേജ് പാടി ഭഗവാന്റെ അടുത്ത് തൃക്കോവിലപ്പൻ്റെ അടുക്കാം. അതിനുശേഷം എനിക്ക് ഭക്തിഗാനത്തിലേക്ക് തന്നെ പോകണം. പിന്നെ അത് മുടക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത. എല്ലാ ദിവസവും രാത്രി വിളക്ക് കത്തിച്ചാൽ പിന്നെ ഇന്നോ അല്ല, ദേവീര മുതൽ കൃഷ്ണൻ എല്ലാം, ശിവൻ എല്ലാം ഭക്തിഗാനം പാടി കഴിഞ്ഞിട്ട് അമ്മമ്മ 7 മണി കഴിയുമ്പം വിളക്ക് കൊടുത്തു. എല്ലാവരോടും പറയും വിളക്ക് കൊടുത്തു എന്ന് ഭഗവാനെ. എന്നിട്ട് വിളക്ക് കൊടുത്തു. അങ്ങനെ ഒരു മനസ്സാണ്. അതിനിപ്പോ ആര് പറഞ്ഞാലും നിർത്താൻ പറ്റൂല മോനെ. ഭക്തിഗാനം നിർത്താൻ പറ്റുന്നില്ല അമ്മമ്മക്ക്. ഒറ്റ ലേശമൊക്കെ ഇനി എനിക്ക് നിർത്താൻ കഴിയില്ലാന്ന് തോന്നുന്നിപ്പോ, ഇത്ര പ്രായമായാലും. പച്ചമുളക് അരിഞ്ഞു. കൂടുതലാവുമോ മോനെ? അത് മതിയാ? പച്ചമുളകാ? ഇതും കൂടി അരിയാ അല്ലേ? കുറച്ച് എരിവായിക്കോട്ടെ കേട്ടോ. വേറെ മുളക് പൊടി ഉണ്ടല്ലോ? വേണ്ട, ഇനി ഇതൊന്ന് കഴുകണം അത്ര മോനെ. ഒന്ന് കഴുകിക്കോ. മുറിച്ചതിന്റെ ആ ഇത് ഉണ്ടാവൂലേ കായിന്റെ. നല്ലോണം മൂത്തിന് മോനെ. പഴുക്കുമ്പോ പാകത്തിന്. പഴുക്കാൻ പാകത്തിനായില്ലേ? ഇപ്പം വാങ്ങിയതാ. കരിവേപ്പില ലാസ്റ്റ് ഇടാനാ? അത് അന്നേരം ഒന്നിച്ച് തന്നെ ഇടാൻ തോന്നും മോനെ. കരിവേപ്പില ഒന്നിച്ച്. അതെ, മറ്റേ കായിര കഷ്ണം മാറ്റി വെച്ചാൽ നന്നായി. ഇതന്നെ കുറച്ച് അധികം ഉണ്ട്. അധികമില്ല മോനെ, അമ്മമ്മക്ക് അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിലും. അതെ, കായ് കുറേ ഉണ്ട്. ഇനിയിപ്പോ അമ്മമ്മ അത് അടുപ്പത്ത് വെക്കണം അല്ലേ? അടുപ്പ് കത്തിച്ചിട്ടല്ലോ. അമ്മമ്മ കത്തിക്ക്.
എന്നാ പിന്നെ അമ്മമ്മ കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് കാണാം. അടുപ്പിൽ ഇനി അതിലൊന്നും ചേർക്കാനില്ല, മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കാനില്ലൂ. അതെ അല്ലേ, മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് അടുപ്പിൽ വെക്കുന്നത് കാണിക്കാന്നേരം. നമ്മളെ അമ്മമ്മ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടല്ലേ. കായ് വറവിന് അടുപ്പിൽ എല്ലാ കഷ്ണങ്ങളും എരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതെ, മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി ഇടാൻ നോക്കുന്നു. എന്നാ ഇട്. ഇതാ നമ്മളെ അടുപ്പ് അമ്മമ്മ പുറത്തേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പം നല്ല ഇതായിട്ടുണ്ട്. തീ കറക്റ്റ് പാത്രത്തിന് തന്നെ കിട്ടുന്നുണ്ട്. അന്നൊരു ചെറിയ അടുപ്പല്ലേ ഉണ്ടായിരുന്നല്ലേ. അതുകൊണ്ട് അമ്മമ്മക്ക് ഒന്നും നമ്മളെ കഴിഞ്ഞ വീഡിയോ വരെ ചെറിയ അടുപ്പുണ്ടായിന്. ഇപ്പം വലുതാക്കി. അതിപ്പം വലുതാക്കി. ഇപ്പം അവിടെ ശരിക്കും കത്തുന്നുണ്ട് അല്ലേ, തീ മൊത്തത്തിൽ കത്തുന്നുണ്ട് അല്ലേ, പാത്രം മൊത്തം. അങ്ങനെ വേഗം ആവുമല്ലോ. വിറകമ്മ രാവിലെ പോയി പൊറുക്കിയതാ. രാവിലെ പൊറുക്കിക്കൊണ്ടെന്നിനി കുറച്ച് ഉപ്പ് ഇടാതെ. ഉപ്പ് കല്ലുപ്പാ? കയ്യിലെടുക്കട്ടെ. എടുത്തിട്ട് വാ. നമ്മളെ അമ്മമ്മ ഉപ്പ് ഇടുന്നുണ്ട്. കല്ലുപ്പല്ലേ? എന്നാ പിന്നെ ഇട്ടോ. കുറേ എടുക്കണോ? വേണ്ട, കുറച്ചും കൂടി ഇട്ടെ. കല്ലുപ്പായതുകൊണ്ട് നല്ല പൊടിയുപ്പം ആണെങ്കിലേ കുറേ ഇടുണ്ടോ. അതെ, കല്ലുപ്പ് കുറച്ച് മതി. എന്നാ ഇട്ടെ. ഇട്ടെ. കാണിച്ചിന് അത്ര മതി. ഇതല്ലേ കല്ലുപ്പ് പാത്രം. കല്ലുപ്പ് കഴിയാനായി അല്ലേ. ഇനി പൊടിയുപ്പ് വാങ്ങണം. പൊടിയാനായിട്ട് അമ്മമ്മ ഇങ്ങനെ എല്ലാം ഇട്ട് വെക്കലാണ്. അതെ, അതാ നല്ലത്. പിന്നെ അമ്മമ്മ പിന്നെ ഉള്ളനെ കൊണ്ടുവച്ചേ. അമ്മമ്മ ഒരു പാത്രം എടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വേവണം അല്ലേ. വെള്ളം അതിന്റെ മൊത്തം വറ്റണം മോനെ. അതെ അല്ലേ, കുറച്ച് വാങ്ങാടെ വേണം. വറവ് എന്ന് പറഞ്ഞാൽ ലേശം ഒരു നമ്മൾ ചോറിന് ഇങ്ങനെ തരുന്നില്ലേ, അങ്ങനെ ലേശം. അല്ലെങ്കിൽ മൊത്തം എങ്ങനെയാന്ന് ഇവര് പറഞ്ഞത്. അമ്മമ്മയാക്കും പോലെ ആക്കിയാൽ മതി. ഞാൻ മൊത്തം വെള്ളം വറ്റി കുറച്ചൊരു ഇതായിട്ട് യോജിപ്പ് വരൂലേ, കരിയാതെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് അമ്മമ്മ എടുക്കല്. അത് അങ്ങനെ ആക്കിയാൽ മതി. എന്നാല് വെളുത്തുള്ളി എടുത്തിനാ, പിന്നെ കുറച്ച് അത് വെന്തിട്ടാകുമ്പോ അതില് കുറച്ച് ചതച്ചു. അതല്ലേ വെളുത്തുള്ളി ഇല്ലേ, അല്ലെങ്കിൽ അത് മതിയില്ല മോനെ. വെളുത്തുള്ളി ഉണ്ട്. അതെ, അന്ന് ഒറ്റൊരു വെളുത്തുള്ളി കിട്ടോ. അല്ല, 1 2 3 മാത്രം കഷ്ണം ചെയ്തിട്ടോ. അതെ, ലാസ്റ്റ് ഇട്ടാ മതി. എന്നാ പിന്നെ ഇത് നല്ലോണം കത്തിട്ട്. ഇപ്പൊ നല്ല കത്തില് കത്തുന്നുണ്ട് അല്ലേ. അമ്മമ്മ ഇപ്പൊ എങ്ങോട്ടാന്ന് ഇനി അടുത്ത എന്തെടുക്കാനാണ്? പിന്നെ ഈ പാത്രത്തിൽ ഉള്ളി എരിഞ്ഞിട്ടാലോ. അമ്മമ്മ എന്നാ പിന്നെ ഈലിടുന്ന ആ വെളുത്തുള്ളി എടുത്ത് റെഡി ആയിക്കോ. നമ്മളെ അമ്മമ്മ ഇത് ഒന്നും കൂടി തുറന്നു നോക്കുന്നുണ്ട്. ആയിനാ അമ്മമ്മ ഇത് ഒരു 5 മിനിറ്റ് ആയാലേ വെച്ചിട്ട്. കുറച്ചും കൂടെ വെളുത്തുള്ളി ഇട്ടോ. എന്നാല് കുറച്ചല്ലേ ഇടുന്നല്ലോ അല്ലേ. കുറച്ച് വെളുത്തുള്ളി ഇട്ടിന്, അത് മതി, അത്ര മതി. പക്ഷെ വെളുത്തുള്ളി ഇട്ട ഒരു ടേസ്റ്റ് ഉണ്ടാവും. വെളുത്തുള്ളി ഇട്ടാൽ നല്ല ഉണ്ടാവും. ഇനിയിപ്പം കുറേ നേരം ആവേണ്ടി വരും ഇത്. ഇല്ല, കുറച്ചും കൂടി ആവട്ടെ. കുറച്ച് വെള്ളമില്ല മോനെ, കുറച്ചൊരു കുറുകൂന്ന് പറയില്ലേ, അങ്ങനെ വെന്തിനാ വറ്റിട്ട്. കഷ്ണെല്ലാം വെന്തിട്ട് കാണുന്നില്ല മോനെ, ഇങ്ങനെ ആവുന്നു. എന്നാ പിന്നെ ഒന്ന് അടച്ചു വെക്കുന്നാ. ഒന്നും കൂടി അടച്ചിട്ട് വാങ്ങാം. ഒന്നും കൂടി അടച്ചു വെച്ചേ. വെളുത്തുള്ളി കുറച്ച് ആവട്ടെ. അതിപ്പോ ഇട്ടതിൽ എന്നാ പിന്നെ അടച്ചു വെച്ചേ. ഇനി കൂടുതൽ കത്തിക്കണ? അത് മതി. ആ സൈഡിൽ വെച്ച വേറെ കത്തുന്നില്ല, ഇല്ലാന്ന് തോന്നല്ലോ. അതിന്റെ ഉള്ളിൽ നിന്ന് കത്തുന്നില്ല. അപ്പൊ എന്താ പിന്നെ ഇനി നമ്മള് അമ്മമ്മ ഇത് ആക്കിട്ടാകുമ്പോ കാണിക്കല്ലേ ബാക്കി. അപ്പൊ അതാ അമ്മമ്മ ഇത് ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ വെച്ചിട്ട് വാങ്ങാം അല്ലേ. എന്നാ പിന്നെ അമ്മമ്മ പച്ച വെളിച്ചെണ്ണ വെച്ചോ. ഇതുപോലെ തന്നെയാണ് എല്ലാരും വറക്കല്. ചിലവര് മഞ്ഞപ്പൊടി ഇടൂല മോനെ. സാധാരണ മഞ്ഞപ്പൊടി ഇടാതെ അമ്മമ്മക്ക് കളറ് വേണം. അത് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ ഒരു വെള്ള കളർ ആയിരിക്കൂലേ.
ഈ ഹോട്ടലിൽ നിന്നെല്ലാം തരുന്നില്ലേ ആ അത് ഇതുപോലെ ആയിരിക്കും. അതെ ആ അതെ ഹോട്ടലിൽ നിന്ന് ഇതുപോലെ തന്നെ. ഇതുപോലെ വട്ടത്തിലാക്കിയിട്ട് നമ്മളെ ചോറിന് കൊണ്ട് ഇങ്ങനെ അതെ ഊണിനിടും ഊണിന്. ഇങ്ങനെ വിളമ്പി തരും. അത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങുന്നേ. ആ വെളിച്ചെണ്ണ വെച്ചോ. വാങ്ങിക്കാന്ന് പറയാ. ആ അത് ഇതിൽ പറഞ്ഞോ ഇത് എടുക്കുന്നുണ്ട്. കട്ടേനെ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ തണുപ്പായിട്ട് കട്ടേനല്ലേ എന്നാ ഒഴിച്ചോ. എൻ്റെ നേന്ത്രക്കായ് വറവ് ഞാൻ വാങ്ങാൻ പോകുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങാൻ നോക്കുന്നു. അതെ എന്നാ പിന്നെ എല്ലാവരും എൻ്റെ കായ് വറവ് ഇതുപോലെ വറുക്കൽ നാടനായിട്ട്. ഞാനിങ്ങനെ ചോറിനെല്ലാം വറുക്കുന്ന സാധാരണ ഒരു നേന്ത്രക്കായ് വറവാണ്. എൻ്റെ അമ്മയും ഇതുപോലെ വറുക്കാൻ പറഞ്ഞു തന്നിന്. അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ വറുക്കൽ. അമ്മക്കും ഇതുപോലെ നല്ല ഇഷ്ടമാണ് എൻ്റെ അമ്മക്ക്. ഞാനെപ്പോഴും ചിന്തിക്കലാണ് എന്തെങ്കിലും ഒരു കറി വെക്കുമ്പോൾ ഞാൻ അമ്മ ഇങ്ങനെയാ വക്കൽ ചിന്തിക്കലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു പോയത്. അതെ അപ്പോൾ എണ്ണ ഒഴിച്ചു അല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു. വാങ്ങാൻ ആ എന്നാ പിന്നെ അമ്മ വാങ്ങിക്കോ. നല്ല അടിപൊളി കായ് വറവായി കണ്ടാ. അതെ എല്ലാ വീഡിയോ കാണുന്നവരും അമ്മമ്മ കായ് വറവിനെ പറ്റി നല്ല അഭിപ്രായം പറയട്ടെ. അതെ നല്ല പുകയുണ്ടല്ലേ. എന്നാ പിന്നെ അമ്മമ്മ എടുത്തു നല്ല ചൂടില്ലേത്. എന്നാ പിന്നെ അമ്മമ്മ ആടെ കൊണ്ട ചെയ്താ ആ സൈഡിൽ. എന്നാ അപ്പുറത്തേക്ക് എടുത്തു, ആ സൈഡിലേക്ക് എടുത്തു. മുൻവശത്തേക്ക് എടുക്കാം. ആ വേറെ പാത്രത്തിൽ നിന്നും ഉണ്ടല്ലോ. വേറെ പാത്രത്തിൽ ഇട്ടോ എന്നാല് ഇട്ട് ആ ചീനച്ചട്ടി കാണിക്കണ്ട. എന്നാലും ഇതാ നമ്മളെ അമ്മമ്മ വറവായി കൊണ്ടുവന്നിട്ടുണ്ട് കായിരെ പച്ചക്കായിരെ. ഇതാ അമ്മമ്മ എന്താ പിന്നെ ഒന്ന് കഴിച്ച് കാണിച്ചോ. ചൂടുണ്ടല്ലേ. നേന്ത്രക്കായ് വറവാണ് അമ്മമ്മ ഉണ്ടാക്കി നിന്ന്. ഇതിലിട്ടത് വെളുത്തുള്ളി, ചുവന്നുള്ളി ഒരു കഷ്ണം, വെളുത്തുള്ളി, പച്ചമുളക് 2, നേന്ത്രക്കായ്, കറിവേപ്പില, ഇത്രയും ഐറ്റംസ് ഇട്ട നേന്ത്രക്കായ് വറവാണ്. അമ്മമ്മ ഇതുപോലത്തതാണ് ഉണ്ടാക്കൽ. ഇനി ഇതിൽ കൂടുതൽ നല്ല ഇതിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. അമ്മമ്മേൻ്റെ താൽക്കാലികമായ കായ് വറവായത്. എല്ലാവരും ഇഷ്ടപ്പെടുവാന്ന് വിചാരിക്കും. ഇതാണ് അമ്മമ്മ ഉണ്ടാക്കിയ കായ് വറവ്. അമ്മമ്മ എന്താ പിന്നെ ഒരു കഷ്ണം കഴിച്ച് കാണിക്കുന്ന. ഒരു കഷ്ണം എടുത്ത് കഴിക്കട്ടെ. ആ കഴിച്ചോ. എങ്ങനെയുണ്ട്? നല്ലുണ്ട്. അതെ അല്ലേ. വെളുത്തുള്ളി എല്ലാം യോജിപ്പായിന്. നല്ല രസമുണ്ട്. അതെ വട്ടത്തിലുള്ളത് നല്ല രസമായിന് മോനെ. കൂടി കഴിച്ചോ. ചോറിന് നല്ലോണം കഴിക്കാം അല്ലേ. ചോറിന് കഴിക്കാം. മോനും വേണമെങ്കിൽ കുറച്ച് എടുക്കാം. ചോറിന് കഴിക്കാം. അപ്പൊ അമ്മമ്മേനി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് ഇതുപോലെ എല്ലാരും കായ് വറവാക്കിയിട്ട് കഴിച്ചോട്ട്. അമ്മമ്മ ഉണ്ടാക്കിയ പോലെ പെട്ടെന്നാകുന്ന കായ് വറവാ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ അമ്മമ്മ വേറെന്തെങ്കിലും കാണിക്കും അല്ലേ. അടുത്ത വീഡിയോയിൽ ഒന്ന് കാണിക്കില്ലേ നീ? അടുത്ത വീഡിയോയില് ഒന്നാമത് ഇവര് വന്നാക്കണ്ട പോനെ. ഇത് മറ്റേ പച്ചരിനെ കൊണ്ടില്ലേ. മറന്നു പോന്നു പെട്ടെന്ന്. അമ്മമ്മക്ക് പാട്ട് മാത്രമേ മറക്കാതില്ല. മറ്റെല്ലാം മറക്കും. അടുപ്പിൻ്റെ അടുത്ത് എന്തെങ്കിലും വെച്ചതല്ല. പാട്ട് എന്ന് പറഞ്ഞാൽ അമ്മമ്മ മറക്കുകയില്ല. എന്നാ പിന്നെ കഴിച്ചു. എന്നാ പിന്നെ ഈ അടുത്ത വീഡിയോയിൽ ഞാൻ പച്ചരീനെ കൊണ്ട് ഒരു സാധാരണ നെയ്ച്ചോറാക്കിയിട്ട് കാണിച്ചു തരും. അതെ അല്ലേ. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയിൽ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. എല്ലാവരും ഇത് കണ്ടില്ലേ. എന്നാ ശരി. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ.